ഹായ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. 12 ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. പിറ്റേ ദിവസം അവർ ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവർ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവൻ ബൈസൈക്കിൾ എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഈവനിങ്ങിൽ അവർ ഒരുമിച്ചിരുന്ന് സ്റ്റഡി ചെയ്യും. അങ്ങനെ സെപ്റ്റംബർ 23 യൂണിയൻ പറഞ്ഞ ആ ദിവസം മെയ്വാൻ ടൗണിൽ വാട്ടർ സ്പൗട്ട് ഇൻസിഡൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ ദിവസം അവർ രണ്ടുപേരും കൂടി റിവറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ്. അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട്. കുറേ നേരം അവരവിടെ നിന്നു. എന്നിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ട് അവർ തിരിഞ്ഞു പോകാനായിട്ട് നടക്കുമ്പോൾ ആ സംഭവം അവിടെ നടക്കുകയാണ്. ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഓടിക്കൂടും. അവരത് നേരിട്ട് കാണുന്നു. അവർക്ക് 2026 നിന്നും വന്ന കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലൊരു സംഭവം നടക്കുമെന്ന്. അവർക്ക് അവസാനം വിശ്വാസമായി. വന്ന ലെറ്റർ എഴുതുന്ന ആൾ 2026 നിന്നുമാണെന്ന് അവർ വിശ്വസിക്കുകയാണ്. അന്ന് രാത്രി അവർ ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കത്തിലെ കണ്ടന്റ് ഇങ്ങനെയാണ്: നിങ്ങൾ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 23, 1991 ഇന്നിവിടെ ആ ഇൻസിഡൻറ്റ് ഉണ്ടായി. നിങ്ങൾ നേരത്തെ കത്തിൽ പറഞ്ഞ യോ ഷിഹോങ് എന്ന് പറയുന്ന ആൾ ആരാണെന്ന് എനിക്കറിയില്ല. ബെയ്ജിങ് സിറ്റി എവിടെയാണെന്നും എനിക്കറിയില്ല. രാത്രി 12 മണിയാകുമ്പോൾ മെയിൽ ബോക്സിനടുത്തേക്ക് ഒരു ക്യാറ്റ് വരും. അത് കഴിഞ്ഞ് ലെറ്റർ ഡിസപ്പിയർ ആവാറുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. എനിക്കിതിൻ്റെ മെക്കാനിസം എന്താണെന്നൊന്നും ഇതുവരെയും അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയൂ എന്നും പറഞ്ഞിട്ടാണ് ലെറ്റർ എഴുതുന്നത്. ഈ ലെറ്ററിന് വേണ്ടി യൂനിയനും അവനും അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ കൈ കിട്ടിയ ഉടനെ അതെടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. ഇവർ വീട്ടിൽ വന്നിരുന്ന് വീണ്ടും അനലൈസ് ചെയ്യുകയാണ്. ഈ ഹൈതാങ് നിൻ്റെ അമ്മ തന്നെയാണോ? അവൻ പറയും, എനിക്കത് ഉറപ്പൊന്നുമില്ല. യു ഷിഹോങ് നിൻ്റെ അച്ഛനെ അവർക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. അവർക്ക് നേരത്തെ അപ്പോൾ കിട്ടിയ ലവ് ലെറ്റർ ആരാണ് എഴുതിയത്? അവൾ പറയും, അതും എനിക്കും അറിയില്ല. ചിലപ്പോൾ നമ്മളല്ലാതെ വേറെ ആർക്കെങ്കിലും ഈ ലെറ്റർ കിട്ടുന്നുണ്ടാകുമോ? ചിലപ്പോൾ ഈ 2 മെയിൽ ബോക്സ് അല്ലാതെ വേറെ എവിടെയെങ്കിലും മെയിൽ ബോക്സ് ഉണ്ടാകുമോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യം ഇത് എൻ്റെ അമ്മയാണോ അല്ലയോ ഒന്ന് കൺഫേം ചെയ്യണം, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. ഈ കത്തിനുള്ള റിപ്ലൈ ഞാൻ അയക്കാം. അതിലെ കണ്ടന്റ് ഞാൻ മാത്രം എഴുതിക്കോളാം. നീ ഇതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ അവൾ ചോദിക്കും, അതെന്താ ഞാൻ മാറിയിരിക്കുന്നതിന്? നിനക്കിപ്പോൾ എന്നെ ഒട്ടും വിശ്വാസമില്ലേ? ഇതുവരെയായിട്ടും നീ എന്നെ വിശ്വസിച്ചില്ലേ? അവൻ പറയും, നേരത്തെ എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാത്രം എഴുതുന്നു എന്ന് പറയുന്നത് എനിക്കൊരു കാര്യം തെളിയിക്കാനാണ്. ഇതെൻ്റെ അമ്മ തന്നെയാണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് നീ ഇതിൽ നിന്ന് മാറിയിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. അന്ന് രാത്രി അവൻ ആ മെയിൽ ബോക്സിനടുത്ത് 12 മണിക്ക് പോയി നിൽക്കുന്നുണ്ട്. ലെറ്റർ ഇട്ടോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല. അവൻ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൾ ചോദിക്കും, നീ പോയിട്ടെന്തായി? നിനക്ക് വല്ല റിപ്ലൈയും കിട്ടിയോ? എന്താ നടന്നതൊന്ന് പറയോ? അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ തിരിച്ച് പുഷോയിലേക്ക് പോവുകയാണ്. അവരെൻ്റെ അമ്മയെ കണ്ടെത്തി എന്നും പറഞ്ഞ് വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കാണിക്കുന്നത് 1991 ഹൈതാങ്ങിൻ്റെ കുട്ടിക്കാലമാണ്. കുഞ്ഞായിരുന്നപ്പോൾ അവൾക്ക് ഫിഷ് കേക്ക് വലിയ ഇഷ്ടമായിരുന്നു. അത് കാരണം ഇവളുടെ അമ്മ അവൾക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിക്കൊണ്ട് വരും. അവളുടെ അച്ഛൻ ഏബോ അന്നും രാത്രി വന്നിട്ട് അവളുടെ അമ്മയെ തല്ലുകയാണ്. പൈസ എവിടെ, നീ ജോലി ചെയ്ത പൈസയൊക്കെ എവിടെയെന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ അവളുടെ അമ്മയെ അടിക്കുന്നത്. അത് പാവം കുഞ്ഞ് ഇവൾ കണ്ടു നിൽക്കുന്നുണ്ട്. അയാൾ ഇവളുടെ അമ്മേനെ കടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. ഇവളും അമ്മയും മാത്രമാകും. അപ്പോൾ അവൾ പറയും, ഇനി ഞാൻ ഫിഷ് കേക്ക് വേണമെന്നോ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ വേണമെന്നോ അമ്മയോട് പറയില്ല. അമ്മ പൈസ എടുത്ത് എനിക്കൊന്നും വാങ്ങി തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ അടിച്ചെങ്കിലും അമ്മയ്ക്ക് വേദനിക്കുന്നൊന്നുമില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ഛൻ എപ്പോഴും അമ്മയെ അടിക്കുന്നിങ്ങനെ? ഞാനൊരു ആൺകുട്ടി അല്ലാത്തത് കൊണ്ടാണോ? അപ്പോൾ അവളെ അമ്മ ആശ്വസിപ്പിക്കുകയാണ്, മോളെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അതുകൊണ്ടൊന്നും അല്ല. അപ്പോൾ കുഞ്ഞ് ഹൈതാങ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ ഒരു മകനെ പോലെ കാണാം. എന്നെ മോളെ എന്ന് വിളിക്കുന്നതിന് വരെ മോനെ എന്ന് വിളിച്ചോ. വലുതാകുമ്പോൾ ഞാൻ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം. അപ്പോൾ അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഒരു മോളാണെങ്കിലും മോനാണെങ്കിലും നിനക്ക് എപ്പോഴും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ അവളുടെ അമ്മ എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, മോളെ ഞാൻ ഇനി എപ്പോഴെങ്കിലും കടയിൽ പോയി നമുക്ക് ഫിഷ് കേക്ക് കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും മോൾ എന്ത് ചെയ്യണം? സ്കൂൾ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഫിഷ് കേക്ക് കടയിൽ വന്ന് നിൽക്കണം. അമ്മ അങ്ങോട്ടേക്ക് വരും. ആവശ്യമുള്ള അത്രയും ഫിഷ് കേക്ക് അമ്മ വാങ്ങിത്തരും കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഹൈതാങ് പറയുന്നുണ്ട്, ഞാൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഇത് നമ്മളുടെ ഇടയിലുള്ള സീക്രട്ടായിരുന്നാൽ മതി, അച്ഛനോടൊന്നും പറയരുത്, അമ്മൂമ്മയോടും പറയണ്ട കേട്ടോ. അങ്ങനെ ഈ ഫിഷ് കേക്കിൻ്റെ കാര്യം അവർ തമ്മിലുള്ളൊരു സീക്രട്ടായി മാത്രം നിന്നു. ഹൈതാങ്ങും അവളുടെ അമ്മയും തമ്മിലുള്ളൊരു സീക്രട്ട്. ഇവിടെ വീണ്ടും 2026 കാണിക്കുന്നത്. 1 റൂം യൂണിയനും കൂടി അവൻ്റെ അമ്മയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണ്. പോലീസുകാർ ആക്ച്വലി കണ്ടെത്തിയത് ഒരു ബോഡിയാണ്. വെള്ളത്തിൽ വീണ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസമായി. ശരിക്കും മെൻ്റലി പ്രിപ്പയർ ചെയ്തിട്ട് വന്ന് കാണാനാണ് പോലീസുകാരൻ 1 റൂമിനോട് പറയുന്നത്. അവനകത്തേക്ക് പോവും. അവളിങ്ങനെ പുറത്ത് അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവനകത്ത് പോയിട്ട് പുറത്ത് വന്നിട്ട് പറയുന്നുണ്ട്, പോലീസ് പറഞ്ഞു എൻ്റെ അമ്മയുടെ പാസഞ്ചർ കാറിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ആരാണ് എന്ന് അവളോട് ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവളോടി അവൻ്റെ പുറകെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ പോലീസിൽ പോവാണ്, പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാണ്, നിൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കൊന്നു എന്നും പറഞ്ഞു. അവൾ അവൻ്റെ പുറകെ ചെന്നിട്ട് പറയാണ്, നിനക്കൊരു എവിഡൻസും ഇല്ലല്ലോ, നിനക്കെങ്ങനെ പറയാൻ പറ്റും എൻ്റെ അച്ഛനാണ് നിൻ്റെ അമ്മയെ കൊന്നതെന്ന്?
ചിലപ്പോൾ അത് നിൻ്റെ അച്ഛനാണെങ്കിലോ? അപ്പം വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ സത്യം ചെയ്ത് പറയാം, എൻ്റെ അച്ഛനല്ല കൊന്നത്, എൻ്റെ അച്ഛൻ അങ്ങനെ ഒരാളെയും കൊല്ലില്ല. അവൻ വീണ്ടും പറയുകയാണ്, ഞാൻ പോലീസിനോട് പോയി എല്ലാം പറയും, നിൻ്റെ അച്ഛനൊരു മർഡററാണ്, അവരെവിഡൻസ് കണ്ടുപിടിച്ചോളും. അവൾ അവിടെ നിന്ന് തിരിച്ച് ഓടി വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് അവളിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ അച്ഛൻ അങ്ങനെ ആരെയും കൊല്ലില്ല, അച്ഛനൊരു കില്ലറല്ല. എന്നിട്ട് അവൾ ഫോൺ എടുത്ത് അച്ഛൻ്റെ മൊബൈൽ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുകയാണ്, അച്ഛാ നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യാണ്, ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും നിങ്ങൾക്കില്ലെന്ന് ഒന്ന് പറയൂ എന്നോട്, നിങ്ങളല്ല ഇത് ചെയ്തിട്ടുള്ളത്, എന്നോട് ഒരു വാക്ക് പറയാവോ എന്നൊക്കെ അവൾ പറഞ്ഞ് കരയുന്നുണ്ട്. അവൻ പറഞ്ഞൊക്കെ നിഷേധിക്കുന്നുണ്ട്. അവൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇവളുടെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അങ്ങനെ ഇവൾ ഫോൺ എടുത്ത് അവളുടെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കണം, അറിയാവുന്നിടത്തൊക്കെ പോയി ചോദിക്കണം, അടുത്തുള്ള നെയ്ബർഹുഡിലൊക്കെ പോയി നോക്കണം, പിന്നെ ആ മെയിൽ ബോക്സ് ഇരിക്കുന്ന സ്ഥലത്ത് നീ പോയി ഒന്ന് നോക്കണം, അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട്, അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെല്ലാം നിന്നോട് കാര്യം വിശദമായിട്ട് പറയും, നീ തിരിച്ചിങ്ങോട്ടൊന്നും ചോദിക്കേണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് അവളങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷനിൽ നിങ്ങളുടെ കോപ്പറേഷൻ വേണം, അതുകൊണ്ട് നിങ്ങളെ കൂടെ ഞങ്ങളുടെ കൂടെ വരാനായിട്ട് പറയുകയാണ്. അവൾ പോലീസുകാരൻ്റെ കൂടെ ചെല്ലും. അകത്ത് പോയിട്ട് അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒരു കാറും അതിൻ്റെ ഫോട്ടോയും കാണിച്ചിട്ട് ഈ കാറിലെ പാസഞ്ചർ സീറ്റിലിരിക്കുന്ന ആൾ അതിൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആ ഫോട്ടോ നോക്കിയിട്ട് പറയും, ഇതെൻ്റെ അച്ഛനല്ല, അച്ഛനന്ന് പോയപ്പോൾ ഈ ഹാറ്റല്ല ധരിച്ചിരുന്നത്, അച്ഛൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാറില്ല, ആ ബോഡി ഷേപ്പ് കണ്ടിട്ടും എൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പോലീസുകാരെ എന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ അച്ഛന് A1 റൂവിനെ അറിയാമായിരുന്നോ? അവൾ പറയും, ഇന്നേ വരെ എൻ്റെ അച്ഛൻ A1 റൂയുടെ പേര് മെൻഷൻ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് പറയും, എൻ്റെ അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്, ഇത്രയും ദൂരമൊക്കെ അച്ഛന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചില സമയം അച്ഛൻ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. എന്നിട്ട് അവൾ പോലീസുകാരനോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ആരെയും കൊന്നിട്ടില്ല, എൻ്റെ അച്ഛൻ അങ്ങനെ ആരെയും കൊല്ലേണ്ട ആവശ്യവുമില്ല. പോലീസുകാരൻ പറയും, യൂനിയൻ, നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ മകളല്ലാതെ നിങ്ങളെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവൾ പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളൊരു ഫയൽ ഓപ്പൺ ആക്കിയിട്ട് പറയും, ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് യൂഷി ഹോങ്. ഇയാൾ 2004 പ്രിസണിൽ വെച്ചിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം മരണപ്പെട്ടു. ഇയാളാണ് നിങ്ങളുടെ ശരിക്കുള്ള ഫാദർ. നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളൊരു ഫാദർ ഉണ്ടല്ലോ, അയാൾ നിങ്ങളുടെ ശരിക്കുള്ള ഫാദറിൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഇത്രയും നാളായിട്ട് ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പോസിബിലിറ്റിയും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിച്ചത്. അവൾക്ക് പോലീസുകാരൻ പറഞ്ഞത് വിശ്വസിക്കാനേ പറ്റിയില്ല. യൂണിയൻ പറഞ്ഞതനുസരിച്ചിട്ട് അവളുടെ ഫ്രണ്ട് ഈ സെക്യൂരിറ്റി ഗാർഡിനെയും മെയിൽ ബോക്സിനെയൊക്കെ തപ്പി വന്നിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഇവളുടെ ബാഗിലേക്ക് ഒരു സ്വോർഡിൻ്റെ ടൈപ്പ് സാധനം വെച്ചിട്ട് പറയാണ്, മാം, ഞാൻ നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, പക്ഷേ ഇവിടെ എന്തോ സ്പിരിറ്റിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട്, അത് നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കുന്നതാണ് നല്ലത്. അവൾ തിരിച്ചത് അവന് കൊടുത്തിട്ട് പറയും, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഈ മെയിൽ ബോക്സിന് എന്ത് മാജിക് ട്രിക്ക് കാണിക്കാൻ പറ്റുമെന്നാണ് എനിക്കത് നേരിട്ട് കാണണമെന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറയുന്നുണ്ട്, മാം നിങ്ങൾ പ്രഗ്നൻ്റ് അല്ലേ? അപ്പോൾ അവൾ പറയും, ഞാൻ പ്രഗ്നൻ്റ് ആയാലും എന്താ, ഞാൻ യൂണിയന് പ്രോമിസ് കൊടുത്തേക്കുക, ഇത് ഞാൻ നോക്കിക്കോളാമെന്ന്, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോയില്ല. എന്നാൽ നിങ്ങളിവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോവാണെന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, പോകാൻ വരട്ടെ, നിങ്ങൾ ഒരു ദിവസം എത്ര ഏൺ ചെയ്യുന്നുണ്ട്? അവൻ ചോദിക്കും, അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പം എന്തിനാ, അതൊക്കെ പ്രൈവറ്റ് മാറ്റേഴ്സ് അല്ലേ. അവൾ പറയും, ഓ അത്രയ്ക്ക് പ്രൈവറ്റ് ആണോ, എന്നാൽ ഞാൻ ഒരു പണി തരാം, ഈ പോസ്റ്റർ എവിടെയൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 300 തരാം. അവൻ നോക്കുമ്പോൾ മിസ്സിങ് പേഴ്സണിനെ കുറിച്ചുള്ള നോട്ടീസാണത്. ഇതൊന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്ന പണിയെല്ലാം നമ്മൾ ശ്രമിക്കണം. അവൻ പറയും, പൈസയുടെ പ്രശ്നമൊന്നുമല്ല, ഇതുപയോഗിച്ചുകൊണ്ട് കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല, ആദ്യം നീ പറഞ്ഞ പോലെ ചെയ്യാൻ തയ്യാറാണോ, എന്താ നിനക്ക് ആ പൈസ വേണ്ടേ എന്നവൾ ചോദിക്കുമ്പോൾ അവൻ പറയും, അങ്ങനെയല്ല, എനിക്ക് വീചാറ്റ് വഴി അയച്ചാൽ മതി എന്നും പറഞ്ഞ് അവൻ അത് ഒട്ടിക്കാനായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും 1991 കാണിക്കുന്നത്. ഈ ഹൈത്താങ്ങും അവനും കൂടി സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. അവൻ പറയും, അത് ബാവോയുടെ ആൾക്കാരൊന്നുമല്ല, കണ്ടിട്ട് വേറെ ആരെന്നാണ് തോന്നുന്നത്, നിനക്കവരെ അറിയാവോ? അവൾ പറയും, എനിക്കും ഒരു ഐഡിയ ഇല്ല ആരാണെന്ന്. അവളങ്ങനെ അകത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? അപ്പോൾ അവർ പറയും, ഇപ്പോൾ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്, ഈ വീടാണ് അയാൾ കൊളാറ്ററലായിട്ട് വെച്ചിരിക്കുന്നത്, നോക്ക് ഈ പേപ്പറിൽ അയാൾ സൈൻ ചെയ്തിട്ടുണ്ട്, ഇതാണ് IOU. അപ്പോൾ അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇത്രയും പട്ടാപ്പകൽ വന്നിട്ട് ഇവിടെ ഒന്ന് മോഷ്ടിക്കാനാണോ നോക്കുന്നത്? അപ്പോൾ അയാൾ പറയും, മോഷണോ? ഇപ്പോൾ എനിക്ക് പൈസ തരാനുണ്ട്, അയാൾ ഒപ്പിട്ട് തന്ന കടലാസും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇത് ബോയുടെ വീടല്ല, ഇതെൻ്റെ വീടാണ്. അപ്പോൾ അയാൾ പറയും, എന്തായാലും നിനക്ക് ഈ വീട് നിൻ്റെതാണെന്ന് പറയാം, പക്ഷേ അയാൾ പൈസ തരാനുള്ള പൈസ തരാതുണ്ട്, നിനക്ക് വീട് നിൻ്റെതാണെന്ന് പറയാനായിട്ടേ പറ്റത്തില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓക്കെ ഡീൽ വയ്ക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയും, സാധനമൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളൂ, അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ പറയുന്നത്? അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ അടുക്കളയിലേക്ക് വരികയാണ്. കിച്ചണിൽ വന്നിട്ട് അവനൊരു കത്തി കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തോട്ട് വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ആണ് നിങ്ങൾക്ക് പൈസ തരാനുള്ളത്, അല്ലാതെ ഞങ്ങളല്ല. ഈ വീട്ടിലിങ്ങനെ അതിക്രമിച്ച് കയറി
നിങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്നെ കൊല്ലേണ്ടി വരും എന്നവൻ ധൈര്യത്തോടെ പറയുന്നുണ്ട്. അവളും അവൻ്റെ കൂടെ നല്ലൊരു കത്തി എടുത്തുകൊണ്ട് വന്ന് നിൽപ്പുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽപ്പുണ്ട് അവർ രണ്ടും കൂടി. അവസാനം ഇവർ കത്തി കൊണ്ട് എന്തെങ്കിലും മുറിവ് ഏൽപ്പിക്കുമോ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അവന്മാർ തിരിച്ച് പോകുന്നുണ്ട്. അന്ന് രാത്രിയാകും, പക്ഷേ അവർ പുറത്തിറക്കി വെച്ച സാധനങ്ങളെല്ലാം വീടിനകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവൾ അതേസമയം മുത്തശ്ശിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് അവനോട് പറയും, ഞാൻ ഈ വീട് ഗിവപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവൻ ചോദിക്കും, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവർ വീണ്ടും തിരിച്ചു വരുമെന്ന് നിനക്ക് പേടിയാണോ? അവർ തിരിച്ചു വന്നാൽ നിനക്ക് ഞാനുണ്ടല്ലോ, അവരെ പേടിപ്പിച്ച് ഓടിക്കാനായിട്ട് എനിക്കറിയാം. അവൾ പറയും, പക്ഷെ അവർ വേറെ അധികം ഗ്യാങ്ങുമായിട്ട് വന്നു കഴിഞ്ഞാലോ? എല്ലായ്പ്പോഴും എനിക്ക് നിന്നെ കത്തിയും കൊണ്ട് മുന്നിലോട്ട് നിർത്താൻ പറ്റില്ലല്ലോ. എനിക്കറിയില്ല ബോയ്ക്ക് എത്ര കടമാണുള്ളത്, എത്ര രൂപയാണ് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതെന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്നെ വിശ്വസിക്കുക, ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഇവിടെ വന്ന് ആരെയും നിന്നെ ശല്യപ്പെടുത്തില്ല. അപ്പോൾ അവൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എനിക്ക് നീയാണ് വലുത്, അല്ലാതെ ഈ വീടും പണമൊന്നുമല്ല. എന്നിട്ട് അവൾ പോയി ബോ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയിൽ വിളിച്ച് പറയുകയാണ് അയാളോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനായിട്ട്. അയാൾ അന്ന് രാത്രി വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൾ ഒരു കാര്യം പറയുന്നുണ്ട്, അച്ഛൻ മകളല്ല, അങ്ങനെയൊരു ബന്ധം തുടരാനായിട്ട് താല്പര്യമില്ല എന്നൊരു പേപ്പറിൽ എഴുതി സൈൻ ചെയ്യാനായിട്ടാണ് അവൾ അയാളോട് ആവശ്യപ്പെടുന്നത്. നീ ഇതിനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? എനിക്ക് വീടും സ്ഥലവുമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അവൾ പറയുന്നു, ഇതിൽ സൈൻ ചെയ്യുവാണെങ്കിൽ ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും രേഖ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഞാനൊരിക്കലും സൈൻ ചെയ്തില്ല. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിന്നെ പഠിപ്പിച്ചു വിട്ട ആരാ? അവനാണോ? എവിടെയാണ് നീ അത് ഒളിപ്പിച്ചുകൊണ്ട് വെച്ചേക്കുന്നതെന്നും പറഞ്ഞ് ഇവളുടെ ബാഗൊക്കെ എടുത്ത് അതിലിരിക്കുന്ന ബുക്കൊക്കെ ഇയാൾ ടേബിളിലേക്ക് വലിച്ചു വാരി ഇടുന്നുണ്ട്. അവൾ എന്നിട്ടും പറയുകയാണ്, ഈ പേപ്പറിൽ സൈൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് തരില്ല. അപ്പോൾ അയാൾ വീണ്ടും അങ്ങ് സെൻറ്റിമെൻ്റലായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഈ വീട് വിൽക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല. ഞാൻ ആൾക്കാരുടെ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇത് പണയം വെച്ചിട്ട് ആ പൈസ അങ്ങ് തിരിച്ചടയ്ക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അച്ഛൻ മകൾ ബന്ധം നീ അങ്ങ് വേർപിരിയാൻ തീരുമാനിക്കുകയാണോ? അവൾ ചോദിക്കുന്നുണ്ട്, ഈ വീടിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അയാൾ വീണ്ടും അവളുടെ കൈ പിടിച്ചിട്ട് പറയാമെന്നുണ്ട്. അവൾ കൈ പിടിക്കാനായിട്ട് വരുമ്പോൾ അവളുടെ കൈ അങ്ങ് മാറ്റിക്കളയും. ഓക്കെ, ഇത്തവണത്തേക്ക് നീ എന്നോടൊന്ന് ക്ഷമിക്കത്തില്ലേ? നീ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഞാൻ നിന്നെ നല്ലതുപോലെയല്ലേ വളർത്തിയത്? എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നിട്ടും ഞാൻ നിന്നെ നല്ലതുപോലെയല്ലേ വളർത്തിയത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഗ്രാൻഡ്മയാണ് എന്നെ വളർത്തിയത്, അല്ല നിങ്ങളല്ല ബോ. കടം കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാവും. ഞാനിപ്പോൾ പറയുന്ന ഈ അവസരം നിങ്ങൾ മുതലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടെടുത്തോളാം, അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊന്നും തന്നെ കിട്ടില്ല. അതേസമയം ഇവനാണെങ്കിൽ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അകത്ത് അവളോട് അയാൾ സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അവൻ നോക്കുമ്പോൾ അവൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലും. നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഓക്കെയാണ്. അവൻ ചോദിക്കും, നിൻ്റെ ലഗേജ് എവിടെ? അവൾ പറയും, ഞാൻ ലഗേജൊന്നും എടുത്തില്ല, ഞാൻ എൻ്റെ ബുക്സും ഗ്രാൻഡ്മയും മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എനിക്ക് മാറ്റർ ചെയ്യുന്നില്ല, ഞാൻ എല്ലാം അവിടെ വിട്ടിട്ട് വരികയാണ്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ബാക്കി എന്താകുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.